السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇമാം നവവി റഹ്മഹുല്ല ക്രോഡീകരിച്ച അൽ അദ്കാർ എന്ന കിതാബ്, അതായത് അൽ അദ്കാറുൽ മുൻതഖബ് മിൻ കലാമി സയ്യിദുൽ അബ്റാർ എന്ന കിതാബിൽ നിന്നുള്ള ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രാർത്ഥനകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒന്ന്: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بذنبي وأبوء لك بنعمتك علي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم الله أنت ربي നീ എൻ്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ല അന്ത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല. ഖലഖ്തനി, നീ എന്നെ പടച്ചു. വ അന അബ്ദുക, ഞാൻ നിൻ്റെ ദാസനാണ്. വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു, എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ നിന്നോടുള്ള കരാറിലും വാഗ്ദാനത്തിലുമാണ്, അതായത് അത് ഞാൻ പാലിക്കും എന്നർത്ഥം. അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിൻ ശർരി മാ സനഅതു, ഞാൻ ഉണ്ടാക്കിയ, ഞാൻ ചെയ്തു കൂട്ടിയ തിന്മയിൽ നിന്ന്. അബൂഉ ലക, ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. ബിസ് ദംബി, എൻ്റെ കുറ്റത്തെ, എൻ്റെ പാപം ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. വ അബൂഉ ലക ബിനിഅമതിക, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹവും ഞാൻ സമ്മതിക്കുന്നു. അലയ്യ, എൻ്റെ മേൽ, അതായത് നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിഅമത്തും ഞാൻ സമ്മതിക്കുന്നു. ഫഗ്ഫിർ ലീ, അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്ന ആരും ഇല്ല. രണ്ടാമത്തത്, റബ്ബിഗ്ഫിർ ലീ വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർ ലീ, റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ. വതുബ് അലയ്യ, എൻ്റെ മേൽ നീ പശ്ചാത്താപം സ്വീകരിക്കണേ, എൻ്റെ പശ്ചാത്താപം തൗബ നീ സ്വീകരിക്കണേ. ഇന്നക അന്ത തവ്വാബുർ റഹീം, നിശ്ചയം നീ തവ്വാബ്, ഏറ്റവും അധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അർ റഹീം, കരുണാവാരിധിയും ആണല്ലോ എന്ന്. ഈ പ്രാർത്ഥന റബ്ബിഗ്ഫിർ ലീ വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ തന്നെ 100 തവണ ചൊല്ലിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതേപോലെ ഇത് തന്നെ അല്ലാഹുമ്മഗ്ഫിർ ലീ വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം എന്ന് 100 തവണ ളുഹാ നമസ്കാരത്തിന് ശേഷം ചൊല്ലൽ സുന്നത്തുള്ളതായിട്ട് ഹദീസുകളിൽ കാണാം. മൂന്നാമത്തത്, അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഹാനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു, പൊറുക്കലിനെ തേടുന്നു. അല്ലദീ, എങ്ങനെയുള്ളവൻ, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂം, സർവാധിപതി, മറ്റാരും അവനിലേക്ക് ആശ്രയിക്കുന്നവനും മറ്റാരുടെയും ആശ്രയം അവന് വേണ്ടാത്തവനും ആയവൻ. വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്ന്. ഇത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന്, അത് പൊതുവായൊരു പ്രാർത്ഥന, പൊതുവായൊരു ഇസ്തിഗ്ഫാറിൻ്റെ ദുആ ആണ്. അതോടൊപ്പം അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ ചൊല്ലൽ പ്രത്യേക സുന്നത്തുണ്ട് എന്ന് സുനൻ തിർമിദിയിലെ ഹദീസിലും വന്നിട്ടുണ്ട്.